നമസ്കാരം. സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ കൈപ്പറ്റുന്ന 60 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയുടെ വിതരണം വീണ്ടും ആരംഭിച്ചു. ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് തരിക. തുക എത്തിച്ചേർന്നിട്ടില്ലാത്ത പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ തുക വിതരണം സജീവമാക്കും. 26 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ടും 24 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീടുകളിലെത്തി കൈകളിലേക്കും തുക എത്തിച്ചേരും. വിധവ, വാർദ്ധക്യ, ഭിന്നശേഷി, കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ, സർക്കാർ സഹായത്തോടു കൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന മറ്റ് ക്ഷേമനിധി ബോർഡ് വഴിയുള്ള പെൻഷനുകൾ എന്നിവ വിതരണം ചെയ്യും. കുടിശ്ശികയിലെ ഒരു ഗഡുവാണ് നിലവിൽ വിതരണം ആരംഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ ഒരു ഗഡു വിതരണം ആരംഭിച്ചപ്പോൾ എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് 1600 രൂപ വീതം കൂട്ടിച്ചേർത്ത് 3200 രൂപ വരെയായിരിക്കും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുക. ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ തുകയായ 300, 200, 400, 500 എന്നിങ്ങനെ കുറവ് വന്നിട്ടുള്ളവർക്ക് ആ ഒരു തുകയും ഇന്നു മുതൽ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും. ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഈ തുക എത്തിച്ചേരുക. കേന്ദ്ര സർക്കാരാണ് ഈ തുക വിതരണം ചെയ്യുന്നത്. പെൻഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവർക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനുള്ള സമയമാണിത്. ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30 ആണെന്നുള്ളത് മറക്കാതിരിക്കുക. ഈ മാസത്തെ പുതിയ ശമ്പളം, പെൻഷൻ എന്നിവ ഉൾപ്പെടെയുള്ള സാമ്പത്തിക ആവശ്യം നിറവേറ്റുവാനായി സംസ്ഥാന സർക്കാർ വീണ്ടും കടമെടുക്കുന്നു. കടപ്പത്ര ലേലങ്ങൾ ഇറക്കി 1249 കോടി രൂപയാണ് കേരളം കടമെടുക്കുന്നതെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കി. ഇതിനായി ഉള്ള ലേലം നവംബർ 19 ചൊവ്വാഴ്ച റിസർവ് ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സൊല്യൂഷനായ ഇക്യുബർ പോർട്ടൽ വഴി നടക്കും. 7 വർഷത്തെ തിരിച്ചടവ് കാലാവധിയുള്ള കടപ്പത്രമാണ് കേരളം പുറത്തിറക്കുക. നവംബർ 5 കേരളം 1000 കോടി രൂപ കടമെടുത്തിരുന്നു. ഈ മാസം 19 1249 കോടി രൂപ കൂടി എടുക്കുന്നതോടെ നടപ്പ് സാമ്പത്തിക വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ കടം 29,247 കോടി രൂപയാകും. സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി കേരളം ഇളവ് ചോദിച്ചതോടെ കൂടുതൽ കടമെടുക്കുവാൻ കേന്ദ്രം അനുവദിച്ചിരുന്നു. ആ പരിധിയാണ് നവംബർ 19 കൂടി അവസാനിക്കുന്നത്. കേരളത്തിന്റെ കടപരിധി നിശ്ചയിച്ചതിൽ അപാകതയുണ്ടെന്നും കൂടുതൽ കടമെടുക്കുവാൻ അനുവദിക്കണമെന്നും സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യം കേന്ദ്രം ഇനിയും പരിഗണിച്ചിട്ടില്ല. കേന്ദ്രത്തിനെ വീണ്ടും സമീപിക്കുവാനുള്ള നീക്കവും കേരളം നടത്തുന്നുണ്ട്. അധികമായി 11,500 കോടി രൂപ കൂടി അനുവദിക്കണം എന്നുള്ളതാണ് കേരളത്തിന്റെ ആവശ്യം. ക്ഷേമ പെൻഷനും മറ്റു കേന്ദ്ര സംസ്ഥാന സർക്കാർ അറിയിപ്പുകൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ അറിയിപ്പ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ.